ഇപ്പോൾ നമ്മൾ പാസ്പോർട്ട് പോലും ആവശ്യമില്ലാതെ യാത്ര ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലഘട്ടങ്ങളിലെ ടെക്നോളജികളിൽ വന്ന മാറ്റങ്ങൾ 2000-ന് മുമ്പുള്ളൊരു കാലഘട്ടങ്ങൾ, അതായത് ഞാൻ വരുന്നതിന് കുറച്ചൊക്കെ മുമ്പുള്ള കാലഘട്ടങ്ങളിൽ വരെ നമ്മൾ മാനുവൽ ടിക്കറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ഒരു പേപ്പർ പോലും കയ്യിലില്ലാതെ യാത്ര ചെയ്യുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നത്. എൻ്റെ പേര് മുഹമ്മദ് റസൽ എന്നാണ്. ഞാൻ ഈ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. ഇതിനിടയിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് കാലഘട്ടങ്ങളിലെ ടെക്നോളജികളിൽ വന്ന മാറ്റങ്ങൾ 2000-ന് മുമ്പുള്ളൊരു കാലഘട്ടങ്ങൾ, അതായത് ഞാൻ വരുന്നതിന് കുറച്ചൊക്കെ മുമ്പുള്ള കാലഘട്ടങ്ങളിൽ വരെ നമ്മൾ മാനുവൽ ടിക്കറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മാനുവൽ ടിക്കറ്റുകളെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പെന്നോട് എഴുതിയിട്ട് പെന്നെഴുതി ഒപ്പിട്ട് സീൽ ചെയ്ത ടിക്കറ്റുകൾ, അത് പിന്നെ അതുപോലെ തന്നെ മാനുവലായിട്ട് പേപ്പറിൽ വെച്ച മാനിഫെസ്റ്റോ വെച്ചിട്ട് പാസഞ്ചറെ ഫ്ലൈറ്റിൽ എയർപോർട്ടിൽ കയറ്റുന്ന ഒരു കാലഘട്ടം മുതൽ ഇന്ന് ഒരു പേപ്പർ പോലും കയ്യിലില്ലാതെ യാത്ര ചെയ്യുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നത്. അതിൽ ഏറ്റവും ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നൊരു മേഖലയാണ് ട്രാവൽ ആൻഡ് ടൂറിസം മേഖല. ഈ മേഖലയിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ പാസ്പോർട്ട് പോലും ആവശ്യമില്ലാതെ യാത്ര ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പാസ്പോർട്ട് പോലും ഇനി നമ്മളെ കയ്യിൽ ചിലപ്പം ഈ പാസ്പോർട്ടായി വരാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളെ കയ്യിൽ ആകെയുള്ളൊരു ട്രാവൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞത് പാസ്പോർട്ടാണ്. നമ്മൾ കയ്യിൽ ഒറിജിനലായിട്ട് കയ്യിൽ കണ്ട ബാക്കിയെല്ലാം നമുക്ക് സോഫ്റ്റ് കോപ്പി വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഈവൺ ഇപ്പോൾ ചെക്ക് ഇൻ കൗണ്ടറിൽ പോലും നമുക്ക് ടിക്കറ്റിന് പകരം നമ്മൾ ടിക്കറ്റ് ഇപ്പോൾ ഒരാൾ കസ്റ്റമർക്ക് ടിക്കറ്റ് കൊടുക്കുന്നതിന് കൗണ്ടറിൽ ചെന്ന് നമ്മൾ ടിക്കറ്റ് കൊടുത്തു, ആ ടിക്കറ്റ് വെരിഫൈ ചെയ്തു, അതൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിലില്ല. ഇപ്പോൾ എന്ത് പാസ്പോർട്ട് കൊടുക്കുമ്പോൾ പാസ്പോർട്ടിൻ്റെ പേരടിച്ചിട്ട് നോക്കുമ്പോൾ തന്നെ നമ്മുടെ പേര് അതിലുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഇൻഫർമേഷനോ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യും, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അത് വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞും ഇപ്പം ദുബായ് പോലെയുള്ള എയർപോർട്ടുകളിൽ അല്ലെങ്കിൽ പല എയർപോർട്ടുകളും ഇപ്പം ഈ ഗേറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗേറ്റ്സിൽ അവിടെയൊക്കെ ദുബായ് എയർപോർട്ടിലൊക്കെ അതുപോലെയുള്ള എയർപോർട്ടുകൾ അതിന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്കിപ്പം ഈ നിയറസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ പലരും ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നൊരു എയർപോർട്ട് നമുക്ക് ദുബായ് എയർപോർട്ടിലെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ തന്നെ അവിടെയൊക്കെ ഇപ്പം പിന്നെ നമ്മളെ കണ്ണ് പിന്നെ സ്കാൻ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫുൾ ഇൻഫർമേഷന് ഇപ്പോൾ ഞാൻ മുഹമ്മദ് റസൽ, നമ്മുടെ വിസൻ്റെ വാലിഡിറ്റി മറ്റു കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വന്നു. നമ്മൾ പിന്നെ ഓക്കെ മുഹമ്മദ് റസൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഗേറ്റ് ഓപ്പണായി പോവുകയാണ്. നമ്മൾ പാസ്പോർട്ട് പോലും സ്കാൻ പോലും ചെയ്യുന്നില്ല. പാസ്പോർട്ട് പിന്നെ ഇപ്പോൾ മസ്കറ്റ് എയർപോർട്ടിലാണെങ്കിൽ നമ്മൾ ID കാർഡ് സ്കാൻ ചെയ്യണം. ആദ്യം ID കാർഡ് സ്കാൻ ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യും ഫിംഗർ പ്രിൻറ്റ് വെക്കുന്നതും കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ദുബായ് എയർപോർട്ടിൽ അതുപോലും ഇല്ല. അത് കുറച്ച് മുമ്പ് ഒരു കുറഞ്ഞ കാലഘട്ടം മുതൽ വരെ പാസ്പോർട്ട് നമ്മൾ സ്കാൻ ചെയ്യേണ്ടിയിരുന്നു. ഇപ്പോൾ പാസ്പോർട്ട് സ്കാൻ ചെയ്യും. ഈവൻ നമ്മളെ കയ്യിൽ ഹാർഡ് കോപ്പി പാസ്പോർട്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്യൂച്ചറിലും ഇനി അങ്ങനെയൊക്കെ ആവും വരാം. ഈ പാസ്പോർട്ട് വരും. പിന്നെ ഇപ്പോൾ ഈ ടിക്കറ്റ് എന്ന് പറയുന്ന പോലെ ഈ പാസ്പോർട്ടായിരിക്കും ഇനി ഫ്യൂച്ചറിൽ. ഇപ്പോൾ നമ്മൾ പിന്നെ നാട്ടിലിപ്പോൾ ഡിജി യാത്ര എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെയാണ്. നമ്മളെ കാര്യങ്ങൾ മുഴുവൻ അതിലുണ്ടാവും. ജസ്റ്റ് എമിഗ്രേഷൻ നമുക്ക് വെരി ഈസി ആയിട്ട് പാസ് ചെയ്യാവുന്ന എമിഗ്രേഷൻ സിസ്റ്റങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ കാലഘട്ടത്തിലും പലർക്കും ചെറിയ അശ്രദ്ധകൾ, ചെറിയ മിസ്റ്റേക്കുകൾ, അറിവില്ലായ്മകൾ, എന്നാൽ എത്ര എക്സ്പീരിയൻസ്ഡ് ആയാലും എത്ര യാത്ര ചെയ്യുമ്പോഴും പല സമയങ്ങളിലും പുതിയ യാത്രകളിൽ പല ആളുകൾക്കും പിന്നെ യാത്രകളിൽ ചെറിയ അശ്രദ്ധകൾ മൂലം യാത്രകൾ മുടങ്ങുവാനും അവരുടെ ഷെഡ്യൂൾസ് മുടങ്ങുവാനും ഒരു വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്കും എമർജൻസി ആയിട്ടൊരു മരണത്തിനോ അല്ലെങ്കിൽ ഒരു കോൺഫറൻസിനോ ഒരു കാര്യങ്ങൾക്കോ പോകുന്ന സമയങ്ങളിൽ ഒരു മെഡിക്കൽ റീസണൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് യാത്ര മുടങ്ങും, തിരിച്ചു പോരുക. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ടിക്കറ്റും പണ്ടത്തെ പോലെയല്ല. ടിക്കറ്റിനും ഒരുപാട് പ്രൈസ് കുറഞ്ഞു. ഇപ്പോൾ പിന്നെ പലപ്പോഴും നമുക്കൊന്നും അൺബിലീവബിളായ ഒരു ടാക്സി ഫെയറിനൊക്കെ ഇപ്പോൾ ടിക്കറ്റ് കൊടുക്കുന്നത് 22 റിയാലിന് ഒമാനിന് മസ്കറ്റ് കാലിക്കറ്റ് ടിക്കറ്റ് കൊടുത്ത് പിന്നെ കഴിഞ്ഞ 1-ാം തീയതി ഒക്ടോബർ 1-ാം തീയതി ഞങ്ങൾ ടിക്കറ്റ് വിറ്റത് 22 റിയാലിനാണ് ഒമാൻ എയർ മസ്കറ്റ് കാലിക്കറ്റ്. അത് പറഞ്ഞാൽ ഇവിടുന്ന് റൂവിൽ നിന്ന് മസ്കറ്റ് എയർപോർട്ടിലേക്കുള്ള ടാക്സി ഫെയർ അതിലും കൂടുതലാണ്. കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ആ 22 റിയാൽ അത് ഓഫ് സീസണിൽ വരുന്ന ഒരു പ്രൈസാണ്. പക്ഷേ സീസണിൽ വരുമ്പോൾ ഇതേ ടേംസ് ആൻഡ് കണ്ടീഷൻ, ഈ ടിക്കറ്റ് നോൺ റിഫണ്ടബിൾ ആണ്, നോൺ ചേഞ്ചബിൾ ആണ്. ഇതേ ടേംസ് ആൻഡ് കണ്ടീഷനിൽ 220, 240, 250 കൊടുത്ത് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടം വന്നിട്ടുണ്ട്. 100 റിയാൽ കൊടുത്ത് എടുക്കുന്ന ടിക്കറ്റുകൾ നമ്മളെന്ത് ചെയ്യുകയാണ്, നമ്മൾ ചെറിയ അശ്രദ്ധ മൂലം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത് സാമ്പത്തിക നഷ്ടം. പിന്നെ അവർക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് പിന്നെ ആ സമയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ ഫ്ലൈറ്റൊക്കെ ഫുള്ളാണെങ്കിൽ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചെറിയ അശ്രദ്ധകളിൽ നമുക്ക് വരാവുന്ന മിസ്റ്റേക്കുകൾ അതിൽ പല ഘട്ടങ്ങളുണ്ട്. നമ്മുടെ യാത്രയ്ക്ക് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ യാത്രയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം,
പിന്നെ ചെക്ക് ഇൻ കൗണ്ടറിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, യാത്രക്ക് മുമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് മുതൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചെക്ക് ഇൻ കൗണ്ടറിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയൊരു ബ്രീഫിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് പിന്നെ വരും എപ്പിസോഡുകളിലോ മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ പറയാമെന്ന് പ്രതീക്ഷിക്കുന്നു.